അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അതീവ കർശനമായ അല്ലെങ്കിൽ കൂടുതൽ കർശനങ്ങളായ നിയമങ്ങളുമായിട്ട് നടപടികളുമായിട്ടാണ് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആവറേജ് 2000 ഇല്ലീഗൽസിനെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പലരും ക്രിമിനൽ കുറ്റമുള്ളവരാണ്, ആരോപണമുള്ളവരാണ്. എങ്കിലും അവർ വലിക്കുന്ന ആ വലയിൽ പല നിരപരാധികളായിട്ടുള്ള ഇല്ലീഗൽസ് തന്നെ, പക്ഷേ അവർ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല, അവരും പെട്ടുപോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ പെട്ടുപോയാൽ അവരെ ഡിപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ പുറത്താക്കാതെ രക്ഷയില്ല. കാരണം അവർ ഈ അമേരിക്കയിൽ വിസയില്ലാതെ ലാൻഡ് ചെയ്തു എന്നത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ മറ്റ് കൊള്ളവയ്പൊന്നും നടത്തിയില്ല എന്ന് വരികിലും ഇങ്ങനെ ഇല്ലീഗലായി വന്നു എന്ന കാരണത്താൽ തന്നെ അവർ പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവറേജ് 2000 എന്ന് പറയുന്നതിൽ ട്രംപ് ഹാപ്പിയല്ല. അദ്ദേഹം പറയുന്നത് ആവറേജ് ഒരു 3000-3500 വേണം. അതായത് ഒരു മാസം 1,00,000 പേരെ തന്നെയെങ്കിലും നാട് കടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അതനുസരിച്ച് 20,000-ഓളം അഡീഷണൽ ഈ ബോർഡർ പ്രൊട്ടക്ഷനിലേക്ക് ഐസ്, അതായത് ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിലേക്ക് 21,000 പേരെ കൂടുതലായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ഇത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് FBI, അതുപോലെ തന്നെ ലോക്കൽ ചില പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് ലോ ഏജൻസികളിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് കടമെടുത്തിരിക്കുകയാണ് ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ശക്തിയോടെ എൻഫോഴ്സ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്ത്യക്കാർക്കും ഇത് വളരെ ദോഷകരമായിട്ട് ബാധകമാകും. ഞാൻ പറയാമല്ലോ, ആയിരക്കണക്കിന് മലയാളികളും ഒരുപക്ഷെ 10,000-കണക്കിന് ഇന്ത്യക്കാരും നിയമവിരുദ്ധമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു, പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ ഇന്ത്യൻ കടകളിലും ഒക്കെ ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് ഇത് ലോങ് ടൈമിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇനി 4 കൊല്ലം കൂടിയുണ്ട് ട്രംപിൻ്റെ, അല്ലെങ്കിൽ 3.5 കൊല്ലം കൂടിയുണ്ട് ട്രംപിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ് മിക്കവാറും JD വാൻസ് ആയിരിക്കും പ്രസിഡൻ്റ് ആകാൻ പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം വന്നാലും ഈ ട്രംപിൻ്റെ ഈ നയം തന്നെ തുടരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ വന്നാൽ അടുത്ത 10-12 കൊല്ലത്തേക്ക് കടലാസില്ലാത്ത വിദേശികളുടെ കാര്യം വളരെ പരിങ്ങലിലായിരിക്കും. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് വിസിറ്റിങ്ങിലോ മറ്റു രീതിയിലോ വരാൻ ശ്രമിക്കുന്നവർക്ക് വളരെയേറെ കൂടുതൽ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. വെറ്റിംഗ്, അതായത് ഇൻവെസ്റ്റിഗേഷൻസ്, സോഷ്യൽ മീഡിയ വെറ്റിങ്സ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും അമേരിക്ക വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് അനുകൂല അല്ലെങ്കിൽ ടെററിസ്റ്റ് ഭീകര അനുകൂല പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നത്തിന് വഴിതെളിക്കും. അതുകൊണ്ട് അമേരിക്കയിൽ പഠിക്കാനായിട്ടോ എങ്ങനെയെങ്കിലും വരാനായിട്ട് പ്ലാൻ ഇടുന്ന പിള്ളേർ അവരുടെ സോഷ്യൽ മീഡിയ സൂക്ഷിച്ച് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ 2 സംഗതികൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഒന്ന് വിസയ്ക്കുള്ള കാലാവധി. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റുഡൻറ്റ് വിസ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, ഇൻ്റർവ്യൂ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇൻ്റർവ്യൂയുടെ കടമ്പ കഴിഞ്ഞാലേ മറ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ തൽക്കാലം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് തുറക്കും, പക്ഷേ അത് തുറന്നാലും സംഗതി വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അതുപോലെ ഇപ്പോൾ ഇങ്ങോട്ടുള്ള വിസയുടെ നോൺ പെർമനൻറ്റ് വിസ, അതായത് ടൂറിസ്റ്റ് വിസ, സ്റ്റുഡൻറ്റ് വിസ, ഇതിൻ്റെയൊക്കെ ഫീസ് $185, 185. അത് $1,000 ആക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അത് ഇതുവരെ ഇത് പാസ്സാക്കിയിട്ടില്ല. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പാസ്സാക്കിയ വേറൊരു നിയമമുണ്ട്. അത് നമ്മളുടെ വിദേശികളെ, അത് ഗ്രീൻ കാർഡ് ഉള്ളവരായാലും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരായാലും ആരായാലും അവരെല്ലാവരെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നവരെ. അമേരിക്കയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നത് ഏറ്റവും കൂടുതൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അയക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലേക്ക് കഴിഞ്ഞ വർഷം 9 ബില്യൺ ഡോളേഴ്സാണ് റെമിറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക്. അപ്പോൾ അതായത് ഏറ്റവും നമ്പർ 1 അമേരിക്കയിൽ നിന്ന് പണം വിടുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത് ട്രംപ് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിടുന്ന ഓരോ $100നും $5 ഇവിടെ സ്പെഷ്യൽ ടാക്സ് ഏർപ്പെടുത്തുക. അത് ഇപ്പോൾ സെനറ്റേഴ്സും അവരവരൊക്കെ ലോബി ചെയ്ത് 5 എന്നുള്ളത് 3.5 ആക്കി. അതായത് 3.5% ഇവിടെ പിടിക്കണം. വിച്ച് മീൻസ് $1,000 അയക്കുകയാണെന്നുണ്ടെങ്കിൽ $35 ഈ ടാക്സായിട്ട് ഇവിടെ പിടിക്കും. $100ന് $3.5 സ്പെഷ്യൽ ടാക്സ്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ കാർഡ് ഉള്ളവർ തന്നെ ഇപ്പോൾ ഈ ഗ്രീൻ കാർഡുള്ള പലർക്കും എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കാർഡ് ഉള്ളവർ പോലും ഇപ്പോൾ തൽക്കാലം വളരെ സൂക്ഷിക്കേണ്ട ഒരവസരമാണ്. ഗ്രീൻ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിയാലോ, ഗ്രീൻ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫുൾ ലൈസൻസ് ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഈ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് വരെ
എതിരുള്ള ചില നിയമങ്ങൾ ഇപ്പോഴും നിയമ ബുക്കിലുണ്ട് ഇവിടെ. അതായത് അവർക്കെതിരെ കേസുകളൊന്നും പാടില്ല, പോലീസ് അറസ്റ്റ് പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് വിരുദ്ധ നിലപാടെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില പോയിന്റുകൾ ചെറിയ അക്ഷരത്തിൽ നിയമത്തിലുണ്ട്. അത് ഗവൺമെൻറ് എൻഫോഴ്സ് ചെയ്യാതെ നടപ്പിലാക്കാതെ ഇരിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ അതൊക്കെ പൊടി തട്ടി ട്രംപ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടിച്ചു വണ്ടി ഓടിച്ചിട്ട് പിടിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, അതിന് പിടിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അത് രേഖയിൽ കിടക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും അവർ ഗ്രീൻ കാർഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് കാണും, ഉടനെ അവരെ തിരിച്ചയക്കും. അതുപോലെ എന്തെങ്കിലും മൈനർ സംഗതികൾ ഗ്രീൻ കാർഡിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം നാട് ഇവിടുന്ന് പുറത്ത് പോകാതിരിക്കുക. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ചും ഇതുപോലെ തന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ്, അതുപോലെ തന്നെ മൈനർ ഷോപ്പ് ലിഫ്റ്റിങ്, ലൊട്ടിലൊടുക്ക് മോഷണങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചു വരുമ്പോഴത്തേക്കും അവർ ശരിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യും, ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങോട്ടുള്ള അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു ദുർഘടമായ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ മാതിരി തന്നെ നിയമം സർക്കാരിൻ്റെ ഭാഗത്താണ്. സിറ്റിസൺ അല്ലാത്തവർക്ക് വളരെ ദുഷ്കരമായ ഒരു സ്റ്റേജാണ് ഇപ്പോൾ. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള കടലാസ് തീർന്നവർ, അതായത് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് തിരിച്ചു പോകാത്തവർ, മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാൽ കുടിയേറിയവർ, കാനഡയിൽ നിന്ന് നടന്ന് വന്നവർ, അതുപോലെ തന്നെ വിസ എക്സ്പയർ ആയവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്ര നാൾ അവർക്കൊക്കെ എങ്ങനെയാലും കഴിഞ്ഞുകൂടാമായിരുന്നു, $10 കാശ് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ മാറി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് എല്ലാവരും കൂടുതൽ സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്.